വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഇസ്ലാമിക രാജ്യമായ ഇറാനെതിരെയുള്ള അതിശക്തമായ നീക്കത്തിന് സജ്ജരായി നിൽക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സേനയ്ക്ക് ഇനി അക്രമത്തിനുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രം മതിയാകും. ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്നിഫർ വിമാനങ്ങൾ ഇറാനിലൂടെ പറന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും അണുവായുധങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുന്ന അത്യാധുനിക സ്കാനിംഗ് സംവിധാനങ്ങൾ അടങ്ങിയ വിമാനമാണ് സ്നിഫർ. ഇസ്രായേലും അമേരിക്കയും പറയുന്നതനുസരിച്ച് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ഇപ്പോഴും തുടരുകയാണ്. പർവ്വതങ്ങൾക്കടിയിലും ഭൂമിയുടെ അധോഭാഗങ്ങളിലുമൊക്കെ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന ആണവ നിലയങ്ങളെ കണ്ടെത്തി കൃത്യമായി നശിപ്പിക്കുക എന്നുള്ള അത്യന്തം ശ്രമകരമായ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ശക്തമായ നീക്കത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ 4ാമത്തെ തവണയാണ് അമേരിക്കയുടെ ആണവ പരിശോധനാ നീക്കങ്ങൾ ഇറാനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. സുസജ്ജമായ ഡ്രോൺ സംവിധാനങ്ങൾ ഇറാനെ ഇമച്ചിമ്മാതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെയും അമ്പരിപ്പിക്കുന്ന ആക്രമണങ്ങളുടെയും ആയുധങ്ങളുടെയും കേന്ദ്രമായ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഗൾഫ് മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കപ്പൽ പുറപ്പെട്ട സമയത്തൊക്കെ ഇത് മറ്റ് രാജ്യങ്ങളുടെ റഡാറുകളിൽ ലഭിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ കപ്പലിന്റെ ട്രാൻസ്പോണ്ടർ സംവിധാനങ്ങൾ അമേരിക്കൻ സേന ഓഫാക്കിയതിനാൽ ഒരു രാജ്യങ്ങൾക്കും USS എബ്രഹാം ലിങ്കനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതേയില്ല എന്നാണ് വിവരങ്ങൾ. ട്രംപ് മുൻപ് അമേരിക്കയിൽ അധികാരത്തിൽ ഇരുന്നപ്പോഴും ഇറാനെ വരച്ച വരയിൽ നിർത്താൻ പ്രയോഗിച്ചത് ആണവ ഇടപാടുകളെ മുൻനിർത്തിയായിരുന്നു. എന്നാൽ ബൈഡന്റെ കാലത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ കത്തിക്കുമെന്ന നിലപാടെടുത്ത ഏക നേതാവ് ട്രംപായിരുന്നു. പിന്നാലെ താൻ അധികാരത്തിലെത്തിയപ്പോൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാന്റെ ഫെർദോ ആണവ കേന്ദ്രം ആക്രമിക്കുവാനും ട്രംപ് മടിച്ചില്ല. ഇപ്പോഴിത് അതേ ആണവ ഇടപാടുകളുടെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാന്റെ ആണവ കരാർ വീണ്ടും ചർച്ച ചെയ്യുമെന്നും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കരുതെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാടെന്നും അത് അംഗീകരിക്കാൻ ഇറാൻ ഏതെങ്കിലും വൈക്ലഭ്യം ഉണ്ടായെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് നീക്കമെന്നും വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ വമ്പൻ സൈനിക വ്യൂഹങ്ങളെ ട്രംപ് പശ്ചിമേഷ്യയിൽ അണിനിരത്തിയിരിക്കുകയാണ്. അമേരിക്ക നടത്താൻ പോകുന്ന ആക്രമണങ്ങളുടെ കാഠിന്യം ഇറാനെ ബോധ്യപ്പെടുത്താൻ മുൻപ് ഇസ്രായേലിനൊപ്പം ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിലേക്കാണ് ട്രംപ് വിരൽ ചൂണ്ടിയത്. അന്ന് ലോകത്താരും കണ്ടുപിടിക്കില്ല എന്ന ഉറപ്പോടെ ഇറാനിലെ ഫെർദോ പർവ്വത വ്യൂഹങ്ങൾക്കിടയിൽ എവിടെയോ ഉണ്ടാക്കി വെച്ചിരുന്ന ആണവ നിലയമായിരുന്നു അമേരിക്കയുടെ അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ധൂളിയാക്കി പറത്തിയത്. അതിനേക്കാൾ പല മടങ്ങ് ശക്തിയുള്ള മാരകമായ പ്രഹരമായിരിക്കും ഇക്കുറി ഇറാന് നേരിടേണ്ടി വരികയെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കാൻ പോകുന്ന വ്യോമ നാവിക സൈനിക സന്നാഹങ്ങളുമായി ട്രംപിന്റെ പട്ടാളം പശ്ചിമേഷ്യയിൽ എത്തിയപ്പോഴേക്കും ട്രംപ് പറഞ്ഞ കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതേക്കുറിച്ച് ട്രംപ് പോസ്റ്റ് ചെയ്തത് US നാവികസേനയുടെ ഏറ്റവും ശക്തമായ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ കൂട്ടം സജ്ജവും സന്നദ്ധവും ആവശ്യമാണെങ്കിൽ അതിവേഗത്തിൽ ആക്രമിച്ച് തങ്ങളുടെ ദൗത്യം വേഗത്തിൽ നിറവേറ്റുമെന്നുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഇറാനിൽ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് ഉറ്റുനോക്കുന്നവർക്ക് ഇപ്പോൾ ആശയക്കുഴപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം അത്രമേൽ ശക്തമായ ആയുധ സന്നാഹങ്ങളാണ് ട്രംപിന്റെ അർമാഡയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നിലധികം രാജ്യങ്ങളുമായി 30,000-നും 40,000-നും ഇടയിൽ സൈനികരും യുദ്ധക്കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനെതിരായ പോർമുഖത്ത് ശക്തമായി നിലകൊള്ളുകയാണ്. നിമിറ്റ്സ് ക്ലാസ് ആണവോർജ വിമാനവാഹിനി കപ്പലുകൾ, ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകളായ USS ഫ്രാങ്കി പീറ്റ്സൺ ജൂനിയർ, USS ക്രൂവാൻസ്, USS മൈക്കിൾ മർഫി എന്നീ യുദ്ധക്കപ്പലുകളെ കൂടാതെ US നാവികസേനയുടെ നട്ടലായ FA-18 സൂപ്പർ ഹോർണറ്റുകളും സീഹോക്ക് ഹെലികോപ്റ്ററുകളും പിന്നെ ആണവ അന്തർവാഹിനികളും അമേരിക്കൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
F-35C, F-18 യുദ്ധവിമാനങ്ങൾ, F-15E സ്ട്രൈക്കർ ഈഗിൾസ് എന്നിങ്ങനെയുള്ള അതിശക്തമായ യുദ്ധവിമാനങ്ങളും സ്റ്റെൽത്ത് ഫൈറ്ററുകളും, F-35C ലൈറ്റനിങ് II വിമാനങ്ങളും ശത്രുക്കളുടെ റഡാറുകളെയും ആശയവിനിമയ സംവിധാനത്തെയും തടസ്സപ്പെടുത്തുകയും വ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രത്യേക ഇലക്ട്രോണിക്സ് യുദ്ധവിമാനമായ ഈ A-18G ഗ്രൗളറും എല്ലാറ്റിനും ഉപരിയായി ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന സംരക്ഷണ കവചമായ പാട്രിയറ്റ് താഡ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ട്രംപിന്റെ അർമാഡയുടെ കരുത്തായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ മാസം പണപ്പെരുപ്പത്തെ തുടർന്ന് ഇറാനിൽ ആഭ്യന്തര കലാപം ശക്തമായിരുന്ന കാലത്ത് പ്രക്ഷോഭകരെ ആക്രമിക്കരുതെന്നും വെടിവെക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അമേരിക്ക ഇടപെടുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പിന്നാലെ പിടികൂടിയ പ്രക്ഷോഭകരിൽ ചിലരെ തൂക്കിലേറ്റാൻ ഇറാനിയൻ ഭരണകൂടം കരുക്കൾ നീക്കിയപ്പോഴും അതിശക്തമായ മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയിരുന്നു. നിർദ്ദിഷ്ട സമയങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതല്ലാതെ ട്രംപ് ഇക്കാര്യത്തിലേക്ക് കടക്കാത്തത് ഇറാനെ ഭയന്നാണെന്നാണ് ആഗോള ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ വക്താക്കൾ പ്രചരിപ്പിച്ചിരുന്നത്. ആഭ്യന്തര കലാപം മൂർച്ഛിച്ചു നിന്ന സമയത്ത് തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ എല്ലാ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ മാത്രം പരിഗണിച്ചായിരുന്നു അത് അവധിക്ക് വെച്ചത്. അമേരിക്കയുടെ സൈനിക നീക്കത്തെ നാക്കുകൊണ്ട് പ്രതിരോധിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നാവാട്ടം തുടരുന്ന ഇറാൻ വ്യക്തമാക്കിയത് അമേരിക്ക ഏത് തരം അക്രമങ്ങൾ തങ്ങൾക്ക് നേരെ നടത്തിയാലും അതിനെ തങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ്. മാത്രമല്ല, ഖമേനിയുടേതായി പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവനയിൽ അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുവാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളായിരിക്കുമെന്നാണ്. അത് ഇസ്രായേലിനെ കൂടി ഉദ്ദേശിച്ചുള്ള പ്രസ്താവനയായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന അത്യാധുനികമായ യുദ്ധക്കപ്പൽ ഇസ്രായേലിന്റെ ചെങ്കടൽ തുറമുഖമായ എലാത്തിൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഈ കപ്പലിൽ ശക്തമായ മിസൈൽ ആക്രമണ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധവും ഉണ്ടെന്നതാണ് പ്രത്യേകത. ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഇറാനെതിരെ ഇപ്പോൾ അമേരിക്ക രംഗത്ത് വന്നത് തന്നെ ഇസ്രായേലിന്റെ ബുദ്ധിയായിരുന്നു എന്ന കാര്യം ഇറാൻ അടക്കം ലോകത്ത് പലർക്കും കത്തിയിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ വാൾമുനയിലേക്ക് ഇറാനെ ഓടിച്ചു കയറ്റാൻ ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഇറാന്റെ ചലനങ്ങളിലൂടെ വ്യക്തമാകുന്നത് അടി വാങ്ങിച്ചേ അടങ്ങുമെന്നാണെങ്കിലും അമേരിക്കയുടെ കയ്യിൽ നിന്നും അവർക്കത് കിട്ടാതിരിക്കാൻ ഇപ്പോഴും ചില അറേബ്യൻ രാജ്യങ്ങൾ അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയം തുർക്കിയും എർദോഗനുമാണ്. അതുകൂടാതെ മറ്റ് ചില രാജ്യങ്ങളും അത്തരം മധ്യസ്ഥതയ്ക്കായി രംഗത്തുണ്ട്. എന്നാൽ ഇറാനിലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നു തള്ളുന്ന തരം കടുത്ത നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് അസഹനീയമായ അസംതൃപ്തിയാണുള്ളത്. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വിച്ഛേദിച്ചതുകൊണ്ട് എത്രത്തോളം പ്രക്ഷോഭകരെ കൊന്നു തള്ളി എന്ന കാര്യം ഇറാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എങ്കിലും 16,000-ഓളം പ്രക്ഷോഭകരെ കൊന്നു തള്ളിയെന്നാണ് ഇറാനിലെ പ്രതിപക്ഷ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത്. അത് 6,000 വരെ ആകാമെന്നും കണക്ക് കൂട്ടുന്നവരുണ്ട്. ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ തുടരുന്നതിനായി ജയിലിൽ അടച്ച പ്രക്ഷോഭകരെ അവിടെയിട്ട് വെടിവെച്ച് കൊല്ലുന്നുവെന്നും എന്നിട്ട് ആ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ഇവർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അമേരിക്കയ്ക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ എന്ന ടാസ്കിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. കാരണം നിരപരാധികളായ മനുഷ്യരെ നിർദ്ദയം കൊന്നു തള്ളുന്നത് നോക്കി നിൽക്കാനാകില്ല എന്ന് അമേരിക്ക മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. 1000-ഓളം ഡ്രോണുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അതുപയോഗിച്ച് തങ്ങൾ ആക്രമണം നടത്തുമെന്നും പശ്ചിമേഷ്യയിൽ എവിടെയെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ടോ അവിടെയെല്ലാം തങ്ങൾ കയറി അടിക്കുമെന്നൊക്കെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ വീരവാദം. അത്താഴം മുടക്കാനുള്ള വിഷം നീർക്കോലിക്കുണ്ടെന്നറിയാവുന്ന അമേരിക്ക ഇറാന്റെ വെല്ലുവിളികളെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 1,00,000-ഓളം കാലാളുകളെ അണിനിരത്തിക്കൊണ്ടും അതിശക്തമായ ആയുധ സംവിധാനങ്ങളെ അണിനിർത്തിക്കൊണ്ടും തങ്ങളുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നതും തങ്ങളോട് സഹകരിക്കുന്നതുമായ ഗൾഫ് രാഷ്ട്രങ്ങളെ സംരക്ഷിച്ചു നിർത്തുവാനും കാര്യങ്ങൾ നീക്കിക്കൊണ്ടാണ് അമേരിക്ക മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഇത് പശ്ചിമേഷ്യയുടെ സ്ഥായിയായ സമാധാനത്തിനുതകുന്ന കാര്യങ്ങളായിരിക്കും. അമേരിക്ക ഇറാനിൽ ഏത് സൈനിക നടപടികൾ കൈക്കൊണ്ടാലും അവരുടെ വിശ്വസ്തരായ സൈനിക പങ്കാളികളായ ഇസ്രായേൽ അതിനൊപ്പം ശക്തമായി തന്നെ രംഗത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിലെത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. വിറ്റ്കോഫിന്റെ ഈ സന്ദർശനത്തിന് പ്രധാനപ്പെട്ട കാരണമായി പുറത്തു വരുന്നത് തങ്ങൾ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘങ്ങളായ ഹിസ്ബുള്ളകളെയും ഹമാസിനെയും ഇറക്കിക്കൊണ്ട് ഇറാൻ ചില
അണ്ടർഗ്രൗണ്ട് കളികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. ഗാസയിലെ ഒരു തുരങ്കത്തിൽ സ്ഫോടക വസ്തുക്കളുടെയും ആയുധങ്ങളുടെയും വലിയ ശേഖരം കണ്ടെത്തുകയും ഇസ്രായേൽ അത് നശിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ഏതായാലും ഹമാസിനൊപ്പം ഹിസ്ബുള്ളകളും ഗ്രഹണ സമയത്തിന്റെ ലക്ഷണങ്ങൾ കാട്ടിക്കൊണ്ട് വാലുപൊക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഇറാന്റെ കരുനീക്കങ്ങളാണെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ ഖമേനിയുടെ ഭീകരഭരണത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ആണവ കരാറിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കുക എന്നത് ഉപരോധത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ട്രംപ് ആവർത്തിച്ചു പറയുന്ന കാര്യമാണെങ്കിലും അതിന് സമാന്തരമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾ കടുത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിന്റെ ഉദ്ദേശം ഇപ്പോഴും പൂർണ്ണമായും ആർക്കും പിടികിട്ടിയിട്ടില്ല. ആണവ കരാർ എന്ന തുറുപ്പുചീട്ട് പുറത്തെടുത്ത് ട്രംപ് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകർ കരുതുന്നത്. ഇറാൻ ചർച്ചകൾക്ക് സമ്മതിച്ചെങ്കിലും യുഎസും ഇറാനും ചർച്ചകൾ നടത്തുമ്പോൾ ഒരു കരാറിലും എത്തിയില്ല എങ്കിൽ മുമ്പത്തേതിലും മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയും അമേരിക്കൻ ആക്രമണം വീണ്ടും പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയതിനാൽ അത് ഭരണത്തെ അവതാളത്തിലാക്കുമെന്നും ഖമേനി ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക ആവട്ടെ ആണവ നീക്കങ്ങൾക്കപ്പുറത്ത് മിസൈൽ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതിനും ഭീകര പ്രോക്സികൾക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യപരിപാടികൾ അവസാനിപ്പിക്കുന്നതിനുമുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും വെള്ളിയാഴ്ച തുർക്കിയിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഇറാനിയൻ US ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും US യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് പോകുമ്പോൾ ഒരു കരാറിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ദീർഘകാല തർക്കത്തിൽ നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതിയൊരു റീജിയണൽ വാറിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്നതിനുമായി US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തും. ഈ ചർച്ചയിൽ സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുമെന്നും വിവരമുണ്ട്. അതേസമയം ചർച്ചകൾക്കുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ടെഹ്റാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി പറഞ്ഞു. ഏതായാലും ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെയുള്ള ചർച്ചകൾക്ക് തന്നെയായിരിക്കും പരിഗണനകൾ. ചർച്ചകൾ അലസിയാൽ അത് ലോകം ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.